എന്തൊരു വേദന സഹിക്കാൻ മേലേ. അമ്മ എടാ, കഴിച്ചതെല്ലാം പോയടാ. എന്നാലും പൈപ്പ് തുറന്നിട്ട് പോലെ എല്ലാം പോയി. ഇതെന്താടാ പ്രതാപ ഇങ്ങനെ? അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും അതൊന്നും നടക്കുന്നില്ലല്ലോടാ. നടക്കുന്നില്ലെന്ന് അമ്മ അറിഞ്ഞോ? അവള് ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കും. അമ്മ ഇന്നലെ ടിന്നിലുള്ള പലഹാരത്തിനകത്ത് പൊടി കലർത്തിയ കൂട്ടത്തിലേ ഇതിനകത്തും അത് അറിയാതെ ചേർത്തിട്ടുണ്ടാവും. നീ വെറുതെ വട്ട് പറയല്ലേ പ്രതാപ, അങ്ങനെ ഞാൻ ചെയ്യുമോടാ? അമ്മ പൊടി കലർത്തുന്ന കൂട്ടത്തില് അറിയാതെ കാണും ആ പൊടി തെറിച്ച് വീണിട്ടുണ്ടാവും. അങ്ങനെ വീണ പൊടിക്ക് ഇത്രയും വീര്യമാണെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല, ചിലപ്പോ അവളെ കൂടെ കൊന്നു വരും. എന്റെ മോള് ജനിച്ചതിൽ പിന്നെ ഞാൻ മാത്രമായിരുന്നു ഇവൾക്ക് ബന്ധു എന്ന് പറയാനായിട്ട്. എന്നാ കല്യാണശേഷം അതായിരുന്നില്ല സ്ഥിതി. മോളെയും അനന്തുവിനെയും പോലെയുള്ള വ്യക്തികളെ ഇന്നത്തെ കാലത്ത് കാണാൻ തന്നെ വലിയ പ്രയാസ. സൂക്ഷിക്കണം മോളെ. മോളെയും മോളുടെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങളാ നിങ്ങളെ വെറുക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹിക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ലല്ലോ അമ്മേ. ഇതൊക്കെ ചെയ്യുന്നവർ തന്നെ കിടന്ന് നെട്ടോട്ടോടുകയല്ലേ. അമ്മ ഒരുപാട് തവണ മഹിയെ വിളിക്കുന്നുണ്ട്. ഏതു നേരവും മഹിയും കുഞ്ഞിനെയും കുറിച്ചാ അമ്മയുടെ ചിന്ത. അങ്ങനെയുള്ളപ്പോ ഇവിടെ വന്ന് ഉപദേശങ്ങൾ കൊടുത്തിട്ട് പോവാതെ 2-3 ദിവസം ഇവിടെ വന്ന് നിന്നൂടെ? നിക്കാം മോളെ, കുഞ്ഞ് കുറച്ചുകൂടെ വളരട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ വരുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് മഹിയുടെ മുഖത്ത്. ആ നിലയ്ക്ക് ഇടയ്ക്കൊക്കെ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോണം. അല്ലെങ്കിൽ തന്നെ എന്തിനാ അമ്മയെ സ്നേഹിക്കാത്തവർക്കൊപ്പം കഴിയുന്നത്? പ്രതാപനോടൊപ്പമുള്ള ജീവിതം കൊണ്ട് അമ്മയ്ക്കിനി ഒരു സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ മകൾക്കും മരുമോനോടൊപ്പം വന്നു നിൽക്കുന്നത് കുറച്ചിലായി കാണുന്നൊരു സമൂഹം നമുക്ക് ചുറ്റിനുള്ളത്. നമ്മൾ ഈ പബ്ലിക്കിനെ കണ്ടില്ലാന്ന് നടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ മോനെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അധികം അലച്ചിലൊന്നും വേണ്ട. ലേഖ പറയുന്നതും കേട്ട് ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ? ശരി അമ്മ. അമ്മ പോയിട്ട് വരാം. ശരി അമ്മ. ലേഖ ശരി എന്നാ. ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയും മോളെയും എവിടെയും കണ്ടിട്ടില്ല. ഓർമ്മ വെച്ച നാളു മുതല് അയാൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപന്റെ അയാളുടെ അമ്മയുടെയും ഭരണത്തിൽ നിന്ന് മകളെ എന്റെ കയ്യിൽ എത്തിക്കുന്നതുവരെ ഒരുപാട് കഷ്ടപ്പെട്ട കൂട്ടത്തിലാ ആ അമ്മ. ഞാനുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ പോലും മോളെ നടുക്കടലിൽ തള്ളിയെന്ന ആ അമ്മ ചിന്തിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇതായിരുന്നു എന്റെ മോൾക്ക് കിട്ടേണ്ട ബന്ധമെന്ന് ഒരുപാട് തവണ അയാളുടെ അമ്മ പറയുകയും ചെയ്തു. മകളും അമ്മയെ രണ്ടല്ല, രണ്ടാളും ഒരേ സ്വഭാവ. പോയിട്ട് വരാം മോളെ. അയ്യോ അയ്യോ ഓ അയ്യോ. പ്രതാപ, പ്രതാപോ, ഓ എടാ. എന്നാലും ആ പൊടിയുടെ വീര്യം എത്രയാണെന്ന് നമ്മൾ തന്നെ അനുഭവിച്ചല്ലോടാ. എന്നാലും അതെങ്ങനെ മാറിപ്പോയമ്മേ? ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. അവള് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ.
അതുകൊണ്ട് അവള് പലഹാരം മാറ്റി കാണും. ആ, പുറത്തിരുന്ന പലഹാരം എടുത്ത് ടിന്നിനകത്ത് വെച്ചു, ടിന്നിലുള്ളത് പുറത്തും. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, ഇനി അവളുടെ കുഞ്ഞു പോയെന്നറിഞ്ഞാ വിഷം കലർന്ന പലഹാരം അവളുടെ ഉള്ളിൽ പോയെന്ന് മനസ്സിലാക്കായിരുന്നു. ദാ, ദേ വരുന്നടാ. കുഞ്ഞു പോയെങ്കിൽ അവള് വരുവോടാ? അയ്യോ, അതെ അതെ, അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലല്ലോ അമ്മേ. നിക്കടി നിക്കടി, നിന്റെ മോളെ കാണാൻ പോയിട്ട് അവൾക്ക് എങ്ങനെയുണ്ട്? മോൾക്ക് കുഴപ്പമൊന്നുമില്ല. മോളും അനന്തവും ലേഖയെല്ലാം കൂടി നല്ല ഇഷ്ടത്തോടെയാ പലഹാരങ്ങളൊക്കെ കഴിച്ചത്. എന്നിട്ട് അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്താ, കുഴപ്പമുണ്ടാകാൻ വേണ്ടി അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഡേ, നീ ഉണ്ടല്ലോ വീട്ടിലുള്ളവരെ കൊല്ലാൻ നോക്കുന്നവളാ. അതെന്താമേ അങ്ങനെ പറഞ്ഞത്? നീ എന്താടി ഇവിടെ വെച്ചിട്ട് പോയ പലഹാരത്തിൽ കലർത്തിയ? ഞാനൊന്നും കലർത്തിയില്ലല്ലോ. കള്ളം പറയരുത്. പിന്നെ വിഷപ്പാമ്പ് വന്ന് അതിനകത്ത് വിഷം ഇട്ടിട്ട് പോയോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ? ആ പലഹാരം കഴിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഓട്ടമായിരുന്നു. വയറിപ്പ കാലിയായിട്ട് കിടക്കുക. ആ, അതെ അതെ, ഇനിയും കഴിച്ചാൽ ഇനിയും ഓടേണ്ടി വരും. ഞാൻ മോക്ക് കൊടുത്ത പലഹാരം തന്നെയാ നിങ്ങൾക്കും ഉണ്ടാക്കിയത്. പിന്നെ അതിനകത്ത് വയറ്റി പിടിക്കാത്തതായിട്ട് ഒന്നും ഞാൻ കലർത്തിയിട്ടുമില്ല. കരുണ മോൾ ഇവിടെ വന്നിട്ട് അത് കഴിച്ചായിരുന്നെങ്കിലോ? മോള് ഞങ്ങളെ പോലെ ഇവിടെ കിടന്ന് ഓടത്തല്ലായിരുന്നോ? ഡേ, ഇതിനു മുമ്പും ഞങ്ങളുടെ കൊച്ചിന്റെ കുഞ്ഞിനെ കളഞ്ഞത് ഇങ്ങനെയല്ലേ ഡി? അവളുടെ കുഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും. പിന്നെ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നു വേണ്ട. സംസാരിച്ചാ നീ എന്ത് ചെയ്യൂടി? എല്ലാം കഴിഞ്ഞു നിൽക്കാ ഞങ്ങള്. കൂടുതൽ നീ സംസാരിച്ചാലുണ്ടല്ലോ ഇടിച്ചതിന്റെ നട്ടല് ഞാൻ ഓടിക്കും. വെറുതെ എന്തിനാ പ്രതാപേട്ട എന്നോട് വഴക്കിന് വരുന്നേ? ഞാൻ നല്ല ശുദ്ധമായിട്ടുള്ള പലഹാരമല്ലേ ഉണ്ടാക്കി വെച്ചത്. അതിനകത്ത് പിന്നെ എന്ത് കലർന്നെന്ന് എനിക്കറിയില്ല. ഡേ, ഇന്നലെ രാത്രി നീ എന്തോ തരികിട കാണിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഞാനായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടത്തോടെ അല്ലല്ലോ രണ്ടാളും കഴിക്കുന്നത്. അതുകൊണ്ടാ വയറിന് സുഖമില്ലാതായത്. കേട്ടോടാ പ്രതാപ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ നമ്മുടെ സംശയം ഇനി 100% ഉറപ്പിക്കാം. പലഹാരം ഇവളെടുത്ത് മാറ്റിക്കളഞ്ഞതാ. അതിന് അവള് കിടന്ന സമയത്താണല്ലോ നമ്മൾ പലഹാരത്തിനകത്ത് വിഷം കലർത്തിയേ. ആ, പക്ഷേ അവൾ ഒളിഞ്ഞു നോക്കി കാണും, അതും ഉറപ്പാ. ഓ എടാ പ്രതാപ, ഇപ്പോഴും വയറിനകത്ത് ഒരു ഉരുണ്ട് കയറ്റമുണ്ടടാ. എനിക്കുണ്ടമ്മേ. അവക്കിട്ട് ഇതിന്റെ 2 എണ്ണം പൊട്ടിക്കേണ്ടതല്ലേ അമ്മേ? വരട്ടവ, അതിനുള്ള സമയം വരും. അവള് കണ്ണന്റെ അച്ഛനെ നീയാ കൊന്നേന്നും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ കണ്ണം പോലും അത് വിശ്വസിക്കത്തില്ലല്ലോ. ആ, എന്നാലും ഈ എടുത്തു ചാടി നീ ഒന്നും ചെയ്യണ്ട. ആ അനന്തുവേ വക്കീല. പക്ഷെ ഉണ്ടല്ലോ, എന്റെ പരിധി വിട്ട് നിൽക്കുക. ഇനി ഞാൻ മിക്കവാറോളെ കാലെ പിടിച്ച് നിലത്ത് കുത്തും. ഉള്ളില് കള്ളത്തരം വെച്ചിട്ട് അവൻ കാറ് വെളുപ്പിക്കാൻ നോക്ക്. ഇവന്റെ ചീട്ട് കീറേണ്ട സമയം കഴിഞ്ഞു.
എന്താടാ നോക്കുന്നത്? കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ നോക്കിക്കൂടെ? കണ്ണ് തന്നിരിക്കുന്നത് കുത്തിപ്പൊട്ടിക്കാനല്ല, കാണാനാ. നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കോടാ. നിന്നെ ഞാനേ മുട്ടുകാലിൽ എഴയിക്കും. ഇപ്പൊ അങ്ങനെ എഴയുന്നുണ്ടല്ലോ. ഈ ഇഴച്ചിലിന്ന് ഒന്ന് എഴുന്നേക്കാൻ നോക്ക്, എന്നിട്ട് വെല്ലുവിളിച്ചാ മതി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലടാ. ഇത്ര ആവത് മതി എനിക്ക് നിന്നെ പോലെ ഒരുത്തനെ പഞ്ഞിക്കിടാൻ. പേടിപ്പിക്കാതടാ. നിന്റെ മുന്നിൽ ഭയന്ന് വിറച്ചു നിന്നിരുന്ന സാഗർ മരിച്ചുപോയി. ഇപ്പോഴേ അന്തസ്സായിട്ട് ജീവിക്കുന്ന തൻ്റെയോടുള്ള ഒരുത്തനാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീ ആരുടെ ബലത്തിലാ ഈ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എടാ, എന്നാലും കണ്ണനെ നീയൊക്കെ കൂടി അങ്ങ് മുക്കിയല്ലോ. മഹാലക്ഷ്മിയെ പാട്ടിലാക്കാൻ വേണ്ടിയാ ഈ നാട്ടിലേക്ക് നീ ആദ്യം വന്നത്, അതും എന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ടാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത നീയാണോന്ന്. ആണെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. നിന്നേക്കാളും വെല്ലുവിളിച്ചിട്ടാ ഒരുത്തി ഇവിടെ വന്നിട്ട് പോയത്. എന്റെ കണ്ണനെ തേച്ചൊട്ടിച്ചൊരുത്തി. അവളും നിന്നെ പോലെ മാർക്കോടെ ബലത്തിലാ വെല്ലുവിളി നടത്തിയിട്ട് പോയത്. ഒരു കാര്യം കൂടി നീ കേട്ടോ, എന്റെ ഭാര്യയെ തട്ടിയെടുത്ത നിന്നെ ഞാൻ തട്ടിയിരിക്കും. എടാ, നിന്റെ ആയുസ് ഞാൻ എടുത്തിരിക്കും. നീ ഒരുപാട് ഭാര്യമാരെ സ്വാധീനിച്ചിട്ടുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആണുങ്ങളുടെ കുടുംബം തകർത്ത കഥയും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ സാറിന്റെ കുടുംബം തകർക്കാനാണ് നീ എന്നെ വിലക്കെടുത്തത്. എന്നാ അങ്ങനെ വിലക്കെടുത്തതുകൊണ്ട് എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടി, നല്ലൊരു ജീവിതം കിട്ടി. നിനക്കൊപ്പം ജീവിക്കേണ്ടവളല്ല മഞ്ജു. കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് നിന്റെ മുറപ്പെണ്ണായിട്ട് ജീവിച്ചിട്ട് നീ അവളോട് ചെയ്തത് എന്താടാ? കാണാൻ കൊള്ളാവുന്ന നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി സ്നേഹിക്കാനുണ്ടായിട്ടും നീ നാട് നീളെ ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നടന്നില്ലടാ. ഞാനൊക്കെ ആരോരുമില്ലാത്തവനാ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടന്നവനാ. പക്ഷേ നിനക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ നിന്റെ സുഖവും സന്തോഷവും തേടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മഞ്ജുവിന് പിന്നാലെയുള്ള യാത്ര നീ മതിയാക്കിക്കോ. എത്ര ശ്രമിച്ചാലും ഇനി അവൾ തിരികെ വരില്ല. അത്രത്തോളം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടടാ. ഞാൻ അവളെയും. ഈ ലോകത്തുള്ള പല പെൺകുട്ടികളുടെയും ദാമ്പത്യം നീ തകർത്ത് കാണും. പക്ഷേ ഞങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലടാ. കൊല്ലൂടോ ഞാൻ. നിർത്ത്. എന്താ ഇത്? സാറേ, ഞാൻ കാറ് തുടച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ കൊല്ലാനും തല്ലാനും വരുമായിരുന്നു, ഭീഷണിപ്പെടുത്തുമായിരുന്നു. സാഗർ എന്റെ ഒരു ജോലിക്കാരനാ. അങ്ങനെയുള്ള സാഗറിനെ എന്റെ ഒരു പേഷ്യന്റ് കൈവെക്കുന്നത് എനിക്ക് ദഹിക്കില്ല. ഇവന്റെ ചരിത്രം സാറിന് അറിയാലോ സാറേ. എന്റെ പെണ്ണിനെയാ ഇവൻ കട്ടോണ്ട് പോയത്. അങ്ങനെ അന്യന്റെ ഭാര്യയെ ആർക്കും കട്ടോണ്ട് പോകാൻ പറ്റില്ലടോ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വാസമുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും തന്റെ ആണിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോകില്ല. സാറ് നോക്കിക്കോ സാറേ, കണ്ണനെ മഹാലക്ഷ്മി കളഞ്ഞിട്ട് പോകില്ലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ട് അവരിപ്പോ രണ്ടായില്ലേ. അതുപോലെ തന്നെ ഒരു ദിവസം ഇവന്റെ മുഖത്ത് കാറി തുപ്പിയിട്ട് അവൾ ഇവനെ ഇട്ടിട്ട് പോവും സാറേ. ആ ഒരു ദിവസത്തിന് വേണ്ടി നീ എണ്ണിയിരുന്നോടാ. അവൻ ഉടക്കാനായിട്ട് വന്നപ്പോ നീ മറുപടി കൊടുത്തില്ലേ? കൊടുത്തു സാറേ. അത് വേണം. പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം.
കുറച്ച് ദിവസമായില്ലേ നമ്മൾ രണ്ടാളും ഒന്ന് പുറത്തു പോയിട്ട്. ഉം. ഇന്ന് അവര് പോയ ശേഷം നമുക്കൊന്ന് പുറത്തുപോയി അത്യാവശ്യം വേണ്ട പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് വരാം. ദേ ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആഹാ, ഇതെന്ത് വേഷ കണ്ണേട്ടാ? നീ ഹെയർ സ്റ്റൈൽ മാറ്റിയുള്ളൂടാ. ആ ഇതുപോലൊരു ഷർട്ട് എനിക്കില്ല. അതുപോലെ തന്നെ ഈ ഹെയർ സ്റ്റൈലില് എന്നെ ആരും കണ്ടിട്ടുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പുറത്തോട്ട് പോകുന്നോണ്ട് പെട്ടെന്ന് ആരെങ്കിലും കണ്ടാ തിരിച്ചറിയാൻ പാടില്ല. പിന്നെ അതിന് മറ്റൊരാളുടെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. ദേ, ഈ കൂളിംഗ് ഗ്ലാസിന്റെ. ഇനി ഒരു കറുത്ത മാസ്ക് കൂടി വെച്ച് കഴിഞ്ഞാ ഞങ്ങൾക്ക് പോലും നിന്നെ പിടിക്കാൻ പറ്റില്ല. മാസ്ക് ഒക്കെ ഇതാ പോക്കറ്റ് റെഡിയാ. മഹിയുടെ ജാറിനെ തേടി നടക്കുക ചിലരൊക്കെ. ആ, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതാണ് ആ ആളെന്ന് കരുതിക്കോട്ടെ. അപ്പോഴേ ലേഖേ, ദാ ഞാൻ ഇയാളെയും കൊണ്ടുപോയി പെട്ടെന്ന് ഇങ്ങ് വരാം. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പോകുന്നതിന് പിന്നാലെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാൻ നിൽക്ക്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അനന്തേട്ടാ, വെറുതെ ലേഖ പറയുന്ന എല്ലാം കൂടെ വാങ്ങി കൂട്ടല്ലേ. ആ, ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ഫ്രൂട്ട്സ് ഒക്കെ എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. ആഹാ, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തന്നെയാ ഞാൻ പോകുന്നത്. അല്ലാതെ അമ്മയും കുഞ്ഞിനെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ മഹിയെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല. ആ എടാ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാടാ. വാ. ആ സുമേഷ് ചേട്ടാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടരാവേ. ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യും. ശരി. പിന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. എടോ വാ. ശരി എന്നാ. ഇനിയിപ്പോഴേ ഇതിനകത്ത് ഇരിക്കണ്ട. ഇരുന്നാലേ മഹി വരാൻ എന്താ വൈകിയെന്ന് താൻ ഇടക്കിടക്ക് ചോദിച്ചോണ്ടേയിരിക്കും. അത് കേൾക്കുന്നതേ ബുദ്ധിമുട്ടാ. വാ. എന്താടാ, എന്തിനാ നീ വീണ്ടും വന്ന്? ഞാൻ ഒറ്റയ്ക്കല്ലടാ, വേറൊരാൾക്കും കൂടെ നിന്നെ കാണാനുണ്ട്. എന്താണ് നിനക്ക് വേണ്ടേ? നീ എന്തിനാണ് സാഗരേട്ടനെ ഭീഷണിപ്പെടുത്തുന്നേ? ഓ, അത് ചോദിക്കാനാണോ നീ വന്നത്? എടാ, ഒരുപാട് പെൺകുട്ടികളെ നീ സ്വാധീനിച്ചിട്ടുണ്ട്. നിന്റെ നാവിന്റെ ശക്തി കൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ നീ വീഴ്ത്തിയിട്ടുമുണ്ട്. എന്നാ നിന്റെ കഴിവുകേട് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ സാഗരേട്ടനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്ത് ചെയ്താലും മറ്റു പെൺകുട്ടികൾ അത് സഹിക്കണം. നിനക്കത് തിരിച്ചു സംഭവിച്ചാ നീ അതിന് കാരണക്കാരായവരെ ഇല്ലാതാക്കും അല്ലേ? നീ എന്റെ ജീവിതത്തിലേക്ക് നീ വന്നാലും ഇല്ലെങ്കിലും ശരി, ഇവനെ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുവാ. നീ സാഗരേട്ടന് ഒരു ചുക്കും ചെയ്യില്ല.
നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. മാർക്കോയുടെ ലോപ്പസിന്റെയും കൈകൊണ്ട് തേ പിടിച്ച നായ്ക്കളെ പോലെ എവിടെയെങ്കിലും മരിച്ചു വീഴാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കടാ. ഓ, നിന്റെ എല്ലിന്റെ എണ്ണം അളന്ന് തിട്ടപ്പെടുത്തി എടുത്തു വെച്ചിരിക്കുവാ മാർക്കോ. ഒരാൾ ഇപ്പോഴും വീട്ടിൽ തന്നെ വിശ്രമത്തിലാണല്ലോ, നിന്റെ അച്ഛൻ. അതുപോലെ കിടക്കപ്പായിന്ന് എഴുന്നേക്കാൻ കഴിയാതെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരുന്നാ നിനക്ക് കൊള്ളാം. നിന്റെ മനസ്സില് ഇവനെ പോലെ പിശാച് ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാടി കണ്ണനെ പറ്റിച്ചു ഒരുത്തി നിനക്ക് വെച്ച് നീട്ടിയ ജോലി നീ വലിച്ചെറിയാതിരുന്നത്. കണ്ണൻ സാറിനെ ലക്ഷ്മിയേട്ടത്തി വഞ്ചിച്ചു എന്ന് അറിഞ്ഞ നിമിഷം ആ ജോലി വേണ്ടാന്ന് പറഞ്ഞു മഞ്ജു. അതേപ്പറ്റി എന്നോട് സംസാരിച്ചതാ. ഞാനാ പറഞ്ഞത് ആ ജോലിയിൽ തുടരണമെന്ന്. എടാ, നീ അല്ലെങ്കിലും അന്യന്റെ എച്ചിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനല്ലടാ. പിന്നെ ഇയാളും ഇയാളുടെ അച്ഛനും ഒക്കെ ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയായിരുന്നു?